നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തൽ ഉള്ളൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ഇതോടെ ഗസയിലെ വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച നിർദ്ദേശത്തിന്റെ ഭാവി അനിശ്ചിതത്തിലായിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക, ബന്ദികളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല. ഗസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുത് എന്ന് നെതന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സമ്പൂർണമായ വെടിനിർത്തലിന് മുൻപ് ഈ ലക്ഷ്യങ്ങൾ നേടണം എന്നാണ് നെതന്യാഹു അറിയിക്കുന്നത്. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ക്ഷണവും നെതന്യാഹു സ്വീകരിച്ചു. നേരത്തെ ഗസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയതായും ബൈഡൻ പറഞ്ഞിരുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നതുവരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ദികളുടെ മോചന കാര്യത്തിൽ പ്രതീക്ഷ അവസാനിക്കുന്നതായി കുടുംബം പറയുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് താൽപര്യമില്ല എന്നും അവരെ ബലി കൊടുക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും ബന്ദികളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബന്ദിയാക്കപ്പെട്ട ഒരാളെയും പെരുവഴിയിലാക്കില്ല എന്ന മൗലികമായ ധാർമ്മിക മൂല്യത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ബന്ദിമോചനം എന്ന പരമോന്നത തുടർന്ന് യുദ്ധം തുടരുകയാണ് എന്നും ഗവൺമെന്റ് പറയുകയാണ്. ബന്ദികൾ മാത്രമല്ല, ഇപ്പോൾ രാജ്യം മുഴുവനായും തന്നെ ഭരണകൂടത്താൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യസേവനത്തെക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഭരണകർത്താക്കൾക്കുള്ളത്. പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളായിരുന്നു ഇങ്ങനെ: ബന്ദിമോചനത്തിന് ഗവൺമെന്റിനെ നിർബന്ധിക്കാൻ പ്രക്ഷോഭത്തിൽ എല്ലാ ഇസ്രായേലികളും അണിചേരണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഫോർമുല, അതായത് വെടിനിർത്തൽ ഫോർമുല 6 ഘട്ടങ്ങളായി നടത്തുന്ന വെടിനിർത്തൽ ഫോർമുല അടക്കം അമേരിക്ക മുന്നോട്ട് വെച്ചത്. അമേരിക്ക ഖത്തർ വഴി ഹമാസിലേക്ക് മുന്നോട്ട് വെക്കുകയായിരുന്നു. അതിന് തൊട്ട് തലേ ദിവസം തന്നെയാണ് ഹമാസ് പറഞ്ഞിരുന്നത്, എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ വെടിനിർത്താൻ തയ്യാറെങ്കിൽ വെടിനിർത്തൽ ഇസ്രായേൽ നടത്തുകയാണ്, വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ ഹമാസ് എല്ലാ തരത്തിലുള്ള അംഗീകരിച്ചു ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് പൂർണ്ണമായും ഹമാസിന് നാശം കാണാതെ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത്.